5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇവനിത് വീണ്ടും എവിടെ പോയി പ്രണവൻ? അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞു വാ പോവാം. അത് കൊള്ളാം. അപ്പൊ പിന്നെ വഴിപാടൊന്നും നടത്തണ്ടേ? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി രസീത് എഴുതിച്ചിട്ട് വരാം. ഗൗതം, ഒരു ശത്രുസംഹാര പൂജ. ഗൗതം എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. നക്ഷത്രം? കാർത്തിക. അയ്യോ, പാറൂമ്മയും വഴിപാടിന്റെ രസീത് എഴുതാൻ വരികയാണെന്ന് തോന്നുന്നല്ലോ. എന്ത് ചെയ്യും? അമ്മേ, ഇങ്ങോട്ട് വാ. മോനെന്താ ഇവിടെ? അമ്മേ മിണ്ടല്ലേ. ഈ ഗൗതം കാർത്തിക രസീത് എഴുതിയ ആളുണ്ടോ? അവരെങ്ങോട്ട് പോയി? അമ്മേ, പാർവതി അമ്മയും പ്രണവും ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ദൈവമേ, എന്ത് ചെയ്യും? പാർവമ്മ ഇപ്പോ ആ വഴിപാട് കൗണ്ടറിൽ നിൽപ്പുണ്ട്. അപ്പോ നിധിയോ? നിധി ഞാൻ കാര്യം പറഞ്ഞ് മാറ്റി. ഈ ഗൗതം കാർത്തികയുടെ പേരിൽ ഒരു ശത്രു സംഹാര പൂജ എഴുതിയതാരാ? അവരെങ്ങോട്ട് പോയി? അതെ, ഗൗതം കാർത്തിക ശത്രുസംഹാര പൂജ. അതെനിക്ക് എഴുതേണ്ടത്. പക്ഷേ ഞാൻ പേരും നക്ഷത്രമൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ല, വേറൊരു സ്ത്രീയായിരുന്നു എഴുതിച്ചത്. പൈസ തന്നു, ബാക്കി വാങ്ങിച്ചില്ല. അയ്യോ, അതാരായിരിക്കും ഗൗതമിന്റെ പേരിൽ രസീത് എഴുതിയത്? അതെ, നിങ്ങൾക്കും ഗൗതം കാർത്തിക ശത്രു സംഹാര പൂജയാണോ വേണ്ടത്? ആ അതെ. ഒരു കാര്യം ചെയ്യും, ഈ രസീത് നിങ്ങൾ വെച്ചോളൂ. മറ്റേ ആൾ വരികയാണെങ്കിൽ ഞാൻ വേറെ കൊടുത്തോളാം. എന്നാലും ഗൗതം കാർത്തിക എന്ന് തന്നെ പറയണമെങ്കിൽ അത് വേറെ ആളാകാൻ വഴിയില്ല. ഗൗതമിന് വേണ്ടി തന്നെ എഴുതിച്ചതാ. ആരായിരിക്കും അത്? ഇനി ഗൗതം തന്നെ ആയിരിക്കോ വന്ന് രസീത് എഴുതിയത്? ഏയ്, അതിന് വഴിയില്ല. അവനാണെങ്കിൽ കുടുംബാർച്ചനയെ എഴുതൂ. ഇത് വേറെ ആരോ ആണ്. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? അമ്മേ, അതൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് കരുതിയാ മതിയല്ലോ. ആ നിധി, ദേ പാറുവമ്മയുടെ മുന്നിൽ നിന്നും തലനാര അഴിക്കാൻ ഞാൻ പിടിച്ചോണ്ട് വന്നത്. അമ്മ കണ്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാ മതി. അമ്മ ചെന്ന് വഴിപാട് കൗണ്ടറിൽ എന്റെ പേരും നാളും പറഞ്ഞ് പൂജയ്ക്ക് എഴുതിയതും അവിടേക്ക് പാറുവമ്മയും വന്നു. പെട്ടെന്ന് ഞാൻ പിടിച്ചു മാറ്റിയതുകൊണ്ട് അമ്മയെ കണ്ടില്ല എന്ന് പറയാം. പക്ഷെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. എന്ത് പണി? അമ്മ എഴുതി വെച്ച് രസീത് വാങ്ങിയിട്ടില്ലായിരുന്നു. ആ രസീത് എടുത്ത് വെച്ചിട്ട് ഗൗതം കാർത്തികയുടെ പേരില് ശത്രു സംഹാര പൂജ എഴുതിയത് ആരാണെന്ന് ചോദിച്ച് ആ കൗണ്ടറിലുള്ള ആള് അവിടെ കിടന്ന് വിളിച്ചുപോയി. അത് പാറുവമ്മ കേട്ടു. എന്തായാലും ഒരു സംശയം വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് വേഗം പോകാൻ നോക്ക്. മോളെ, അടിപ്രദക്ഷിണം പൂർത്തിയാക്കിയായിരുന്നോ? എവിടുന്ന്? 3ാമത്തെ റൗണ്ട് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴല്ലേ ഗൗതം വന്നത്. അയ്യോ, വഴിപാട് മുടങ്ങിയോ? ഇത് നല്ല ലക്ഷണമല്ല മോനെ. ദൈവം പോലും എനിക്കെതിരാന്ന് തോന്നുന്നു. ദൈവം രക്ഷിച്ചുകൊണ്ടാ
ഇപ്പൊ പാറുമ്മയുടെ മുന്നിൽ ചെന്ന് പെടാറുന്നത് ഭഗവതി കൂടെയുണ്ടെന്ന് കരുതിയാൽ മതി. അപ്പോ വഴിപാട് പൂർത്തിയാക്കാതെ ഞങ്ങൾ പോണോന്നാണോ പറയുന്നത്? പിന്നല്ലാതെ ഇതിനകത്ത് കിടന്ന് ചുറ്റിത്തിരിയാനോ? പാറുമ്മയും പ്രണവും ഇപ്പൊ വലം വെക്കാനായിട്ട് വരും. ശ്ശോ, വേഗം പിന്നിലുള്ള വഴിയിലൂടെ പുറത്തിറങ്ങുക. ഗൗതം പുറകുവശത്തെ വാതിൽ പൂട്ടിയിട്ടിരിക്കുക. വെറുതെ നിന്ന് സംസാരിച്ച് സമയം കളയണ്ട. ഏതെങ്കിലും വഴിയിലൂടെ പുറത്തിറങ്ങുക. എന്നെ ഇനിയും കണ്ടില്ലെങ്കിൽ അമ്മ തിരക്ക് വരും. നിങ്ങൾ ചെല്ല് വേഗം. ആന്റി വാ. ഭഗവതി, ദാ, നീ കൂടെ കൂടി ഇത് എവിടെ പോവാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടമ്മേ. അമ്മ പ്രാർത്ഥിക്കേ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് എല്ലാവരും കേൾക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ അങ്ങ് പ്രാർത്ഥിച്ചോളണം. അതൊക്കെ ഞാൻ ഏറ്റു. ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിന് ആന്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഞാൻ വരുന്നില്ല ശിവാനി. ഒന്നാമത്തെ കാര്യം, ഈ അമ്പലം പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന പരിപാടികളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാനാണ് നിന്നെ കൊണ്ടുവന്നതെന്ന് തൽക്കാലം അവരാരും അറിയാൻ വേണ്ട. നീ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാ മതി. ഞാൻ അമ്പലത്തിന്റെ വാതുക്കെ തന്നെ നിൽക്കാം. ശരി അനി, എങ്കിൽ വാ. ഇങ്ങോട്ട് വന്നേ. എന്താ നിധി? ദേ, വസുന്ധരാന്റി ശിവാനി ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവരകത്തേക്ക് പോയിട്ട് നമുക്ക് ഇറങ്ങാം. ആന്റി വരുന്നില്ലേ? ഏയ്, ഞാൻ വരുന്നില്ല. നീ പോയിട്ട് വാ. ഞാൻ ഇവിടെ നിൽക്കാം. ശരി ആന്റി. അയ്യോ, വസുന്ധരാന്റി വാതിക്കെ തന്നെ നിൽക്കുവാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ആന്റി? പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയൊന്നുമില്ലേ? മുൻവാതിലൊഴികെ ബാക്കി എല്ലാം അടച്ചിട്ടിരിക്കുവാ. ഇനിയിപ്പോ പൂജ കഴിഞ്ഞ് അതൊക്കെ തുറക്കോളൂന്നാ തോന്നുന്നത്. ഈ മാഡം അതിനെ വെളിയിൽ തന്നെ നിൽക്കുന്നേ. ആന്റി, ഇവിടെ നിന്നാൽ അപകടം. വസുന്ധരാന്റി എങ്ങാനും അകത്ത് കയറി വന്നാൽ നമ്മളെ കാണും. ഒരു കാര്യം ചെയ്യാം, അവര് പോകുന്നത് വരെ നമുക്ക് എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കാം. ആന്റി വാ.